സ്വന്തം കമ്മികൾ. മനസ്സിലായ? രാജ്യത്ത് സംഘപരിവാറിന്റെ ഫാസിസം എന്ന അഴിഞ്ഞാടുന്നതിനെ പറ്റിയിട്ട് ഒരക്ഷരം പോലും പറയാനില്ല. കേരളത്തില് UDF ഒരു അത്യുജ്വല വിജയം ഉണ്ടായി. അതിന് മുഖ്യമന്ത്രി തെരഞ്ഞെടുക്കലുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനകത്ത് ഒരു പ്രോസസ്സിംഗ് നടക്കുന്നുണ്ട്. അത് വെച്ചുകൊണ്ട് എന്തൊക്കെ നുണക്കഥകളാ ഈ നാളംകെട്ട വർഗങ്ങൾ ഉണ്ടാക്കി വിടുന്നത്. ഇങ്ങനെ നാളംകെട്ട കഥകൾ ഉണ്ടാക്കി പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ രോമത്തിന് പൂടൊക്കെ തൊടാൻ പറ്റുമോ നിങ്ങൾക്ക്? കഴിഞ്ഞ കുറേ വർഷങ്ങളായല്ലോ നമ്മളെ പുറകെ നിങ്ങൾ സൈക്കിൾ എടുത്ത് നടക്കൽ തുടങ്ങിയിട്ട്. എന്നിട്ട് എവിടെയെങ്കിലും നിങ്ങൾക്ക് തൊടാൻ കഴിഞ്ഞോ? കഴിഞ്ഞില്ല. ഞങ്ങൾ ജനങ്ങളോട് പറയുന്ന കാര്യങ്ങൾ ജനങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വാസത്തിലെടുത്താണ് ഞങ്ങളെ മാൻഡേറ്റ് തന്ന് വിജയിപ്പിച്ച് വിട്ടത്. അപ്പൊ അത് സ്വാഭാവികമായിട്ട് ജനങ്ങൾക്ക് കൊടുത്ത വാഗ്ദാനങ്ങളും ജനങ്ങൾക്ക് കൊടുത്ത കാര്യങ്ങളൊക്കെ നടപ്പാക്കാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ്. അത് കൃത്യസമയത്ത് തന്നെ നടപ്പാക്കും. അല്ലാതെ ഈ നാണംകെട്ട മാപ്രകൾ പറയുന്ന സമയത്ത് മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ നിങ്ങളെ ചെലവിനകത്ത് പ്രവർത്തിക്കുന്ന പാർട്ടിയൊന്നുമല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. മനസ്സിലാക്കിക്കോ. ഇവിടെ ഇലക്ഷന്റെ റിസൾട്ട് കൊണ്ട് ആകെ 7 ദിവസമേ ആയിട്ടുള്ളൂ. അതിനകത്ത് എന്തൊക്കെ കഥകളാണ് ഈ നാളംകെട്ട വർഗങ്ങൾ ഉണ്ടാക്കിയത്. പ്രത്യേകിച്ച് UDFന്റെ പ്രവർത്തകന്മാരെ തമ്മിലടിപ്പിക്കേണ്ട കഥകൾ, പിന്നെ കോൺഗ്രസ് പ്രവർത്തകരെ തന്നെ 2 തട്ടിലാക്കിയിട്ട് തമ്മിലടിപ്പിക്കേണ്ട മറ്റൊരു നുണക്കഥകൾ. ഇങ്ങനെ സമൂഹത്തിനിടയിൽ വിയോജിപ്പിന്റെ വിദ്വേഷത്തിന്റെ വിത്ത് പാകാൻ വേണ്ടി നാണംകെട്ട പ്രവർത്തനം നടത്തുന്ന ഇതിനൊന്നും നമുക്ക് മാധ്യമ പ്രവർത്തനം എന്ന് പറയാൻ പറ്റുമോ? ഇതിനേക്കാളും നല്ല പണി ഞാൻ പറയുന്നില്ല. ബോംബെ ഗ്രാൻഡ് ഹോട്ടലിലൊക്കെ ഒന്ന് പോയി നോക്കിയാൽ മതി. അവർക്കൊരു മാന്യതയുണ്ട്. അവരാ മാന്യതക്കപ്പുറം അവരൊരു പ്രവൃത്തിയും ചെയ്യത്തില്ല. അതിനേക്കാളും അതപ്പതിച്ച പ്രവൃത്തിയല്ലേ ഇപ്പം ചെയ്യുന്നത്, അല്ലേ? കോൺഗ്രസ് ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഉയർത്തിക്കാട്ടിയിട്ടല്ലോ ഇലക്ഷൻ ക്യാമ്പയിന് നേരിട്ടത്. അതെന്തുകൊണ്ടാ? ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ഒരു പാർട്ടി ആയതുകൊണ്ടാ. സ്വാഭാവികമായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട MLA-മാരെയും ആ പാർട്ടിയുടെ മുതിർന്ന നേതാക്കന്മാരെയും MP-മാരെയും ഒക്കെ കൂടി ആലോചിച്ചതിന് ശേഷം മുഖ്യമന്ത്രിയെ തീരുമാനിക്കും. അതുകൊണ്ടാണ് മുന്നേ ഞങ്ങൾ പ്രഖ്യാപിക്കാത്തത്. അല്ലെങ്കിൽ ഇലക്ഷന് മുമ്പേ അങ്ങ് പ്രഖ്യാപിച്ചാൽ പോരെ ഇന്നയാളായിരിക്കും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നുള്ള കാര്യം. അപ്പൊ അത് ഞങ്ങൾ ചെയ്യാറില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് അതിന്റെ പ്രോസസ്സിംഗ് നടക്കുമ്പോൾ ചില ദിവസങ്ങൾ പിടിക്കും. അതും അത്രയൊന്നും ആയിട്ടില്ല. ആകെ ഇപ്പം 7 ദിവസമേ ആയിട്ടുള്ളൂ. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് BJP ഒരു ഗവൺമെന്റ് ഫോം ചെയ്ത് കഴിഞ്ഞിട്ട് 50 ദിവസം കഴിഞ്ഞിട്ട് പോലും ഒരു മുഖ്യമന്ത്രിയെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ കഴിയാത്ത സാഹചര്യമൊക്കെ ഈ രാജ്യത്ത് ഉണ്ടായിട്ടുണ്ട്, ഇല്ലേ? ഏതെങ്കിലും നാണംകെട്ട പണിയെടുക്കുന്ന മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? തൊട്ട് മറ്റൊരു സ്റ്റേറ്റിനകത്ത് 38 ദിവസം കഴിഞ്ഞിട്ടാണ് ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ BJPക്ക് ഫോം ചെയ്യാൻ കഴിഞ്ഞത്. ഏതെങ്കിലും ഒരു പണിയെടുക്കുന്ന മാധ്യമങ്ങൾ എന്തെങ്കിലും ചർച്ച ചെയ്തോ? ചർച്ച ചെയ്തില്ല, ഇഷ്യൂ ആക്കിയില്ല. കാരണം എന്താ? സംഘപരിവാറിന്റെ അച്ചാരവും വാങ്ങി ആസന്നവും നക്കിത്തൊടിച്ച് വെളുപ്പിച്ച് നടക്കുന്ന നാളംകെട്ട വർഗങ്ങളെ നിങ്ങൾ കോൺഗ്രസിന്റെ രാഷ്ട്രീയം പഠിപ്പിക്കാൻ വേണ്ടി വരണ്ട കേട്ടാ. അത് ഞങ്ങൾക്കറിയാം. ഞങ്ങൾ ഈ രാജ്യം ഉണ്ടാക്കിയവരാ. അന്ന് ഈ രാജ്യം ഉണ്ടാക്കുമ്പോൾ രാജ്യത്തെ നശിപ്പിക്കാനും മുച്ചൂടും മുടിപ്പിക്കാനും ആ ബ്രിട്ടീഷുകാരുടെ ഷൂ നക്കി പോളിഷ് ചെയ്ത് കൊടുക്കാനും പറ്റിയ പാർട്ടിയുടെ പാരമ്പര്യമല്ല ഞങ്ങളെ. അത് മനസ്സിലാക്കിക്കോ. അന്ന് സ്വാതന്ത്ര്യ സമര കാലത്ത് തന്നെ ഞങ്ങൾ കൃത്യമായിട്ട് സഹിഷ്ണുതയെ കൂടി സ്വാതന്ത്ര്യം വാങ്ങിച്ചു തന്നതാ. അതുകൊണ്ട് ഞങ്ങളെ നിങ്ങൾ രാഷ്ട്രീയം പഠിപ്പിക്കാനോ ഞങ്ങളെ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കാനോ നിങ്ങൾ ആയിട്ടില്ല. നിങ്ങൾ ഇങ്ങോട്ട് വരികയും വേണ്ട. നിങ്ങളുടെ ഉപദേശം ഞങ്ങൾക്ക് ആവശ്യവും ഇല്ല. അത് നിങ്ങൾ മനസ്സിലാക്കിക്കോ. എന്തൊക്കെ കളവുകളാ പ്രചരിപ്പിച്ചത് കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായിട്ട്. സതീശൻ പൊട്ടിത്തെറിച്ചു. ഞാൻ വിചാരിച്ചു അവിടെ മൊത്തം പൊട്ടിത്തെറിച്ചിട്ട് AICCന്റെ മന്ദിരമൊക്കെ അങ്ങ് തകർന്നു. നോക്കുമ്പോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. എന്താ അതിനകത്ത് കളവ് പറഞ്ഞത്? ഞാൻ പൊട്ടിത്തെറിച്ച് ഞാൻ MLA സ്ഥാനം രാജിവെച്ച് KC വേണുഗോപാൽ അവിടെ വന്ന് മത്സരിക്കട്ടെ. ആരോ എവിടെയാണോ